കടവന്ത്ര ജവഹർ നഗറിലെ നേതാജി റോഡിലുള്ള മനീഷ് ഗുപ്ത എന്ന ആളുടെ വീട്ടിൽ നിന്നാണ് 2 ആനക്കൊമ്പുകൾ, മാനിന്റെ തലയോട് കൂടിയ കൊമ്പ്, 5 കിലോയോളം ചന്ദനമുട്ടികൾ എന്നിവ പിടികൂടിയത്. 13 ലിറ്റർ വിദേശ മദ്യവും കണ്ടെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് വനം വന്യജീവി വിഭാഗവും SPCAയും ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് ഇവ കണ്ടെടുത്തത്. UPയിലെ വാരാണസി സ്വദേശിയാണ് വീട്ടുടമയായ മനീഷ് ഗുപ്ത. വർഷങ്ങളായി കേരളത്തിൽ സ്പെയർ പാർട്സ് വ്യാപാരം നടത്തുകയാണ് ഇവരുടെ കുടുംബം. റെയ്ഡിനെത്തുമ്പോൾ മനീഷ് ഗുപ്ത വീട്ടിലുണ്ടായിരുന്നില്ല. സ്ത്രീകളടക്കമുള്ള കുടുംബാംഗങ്ങൾ റെയ്ഡ് തടയുവാൻ ശ്രമിച്ചു. റെയ്ഡിന്റെ വിവരമറിഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകരെ വീടിനുള്ളിൽ പൂട്ടിയിടുവാനും കുടുംബാംഗങ്ങൾ ശ്രമിച്ചു. ഏറെ വലിപ്പമുള്ള ആനക്കൊമ്പിന് ഒരെണ്ണത്തിന് 25 ലക്ഷത്തിലധികം രൂപ വില വരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൗതുകത്തിനായി സൂക്ഷിച്ചതാണോ, ഇവയുടെ വിൽപ്പന ഇവർക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. വനംവകുപ്പുമായി ചേർന്ന് സംയുക്തമായി ചേർന്ന് റെയ്ഡ് നടത്തുകയും ആ റെയ്ഡിലെ 2 ആനക്കൊമ്പ് നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതുവരേക്കും യാതൊരു രീതിയിലുമുള്ള രേഖകളൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. വനം വന്യജീവി സംരക്ഷണ പ്രകാരവും എക്സൈസ് ആക്ട് പ്രകാരവും മനീഷ് ഗുപ്തയ്ക്കെതിരെ കേസെടുത്തു. കൊട്ടാര സദൃശമായ വീട്ടിലാണ് മനീഷ് ഗുപ്തയും കുടുംബാംഗങ്ങളും താമസിച്ചിരുന്നത്. ഇയാളുടെ ആഡംബര വാഹനങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടി മാത്രം വീടിനടുത്ത് പ്രത്യേക സ്ഥലം വേർതിരിച്ചിട്ടുണ്ട്. ഇവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് സമീപത്തുള്ള വീടുകളിലും താമസിക്കുന്നത്. മനീഷ് ഗുപ്ത സംസ്ഥാനം വിട്ടോ എന്ന് സംശയിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. വനവിഭവങ്ങൾ ഇവർക്ക് ലഭ്യമായതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.